ഭയം ഒരു പെൺ പടപ്പുറപ്പാട്. പവർഡ് ബൈ ഏസ്മൺ. പ്രേതാലയത്തിലെ ടാസ്കിനു ശേഷം മത്സരാർത്ഥികളുടെ വീറും വാശിയും കൂട്ടാൻ മറ്റൊരംഗത്തട്ട് ഉയരുന്നു. ഇത്തവണ നമ്മുടെ 10 മത്സരാർത്ഥികളും ജോഡികളായിട്ടായിരിക്കും മത്സരത്തിനിറങ്ങുക. മത്സരിക്കുന്ന ടീമുകൾ ഇവരാണ്: റെനീഷ ആൻഡ് മേഘ, നിഷ, അപ്പൊ തുടങ്ങല്ലേ? പിന്നല്ല. പക്ഷേ അതിനെ നമ്മൾ ഈ 2 ദിശ നോക്കുന്നത് ശരിയല്ല. ശരിയാണ്, നമ്മുടെ ലക്ഷ്യം ഒന്നാണ്. കറക്റ്റ്. അപ്പോ ഇനി ഞങ്ങൾ 2 അല്ല 1 ആണ്. അങ്കിത ആൻഡ് അരുന്ധതി. ഭൂതമല്ല, പ്രേതമല്ല, ഇനി കൊടുങ്കാറ്റ് വന്നാലും ഞാൻ നേരിടും. ഞാനല്ല, ഞങ്ങൾ നേരിടും. മുന്നോട്ടുള്ള യാത്ര ഞങ്ങൾ ഒരുമിച്ചാണ്. ധന്യ, മേരി ആൻഡ് ശില്പ. നിങ്ങൾ ഭയന്നോ? പക്ഷെ ഞങ്ങൾ ഭയക്കില്ല. ഭീകരതയുടെ ഈ യാത്രയിൽ ഇനി ഞങ്ങൾ ഒന്നിച്ചാണ്. അമൃത നായർ ആൻഡ് അമൃത സജു. ഇത്തവണ ഞങ്ങൾ ഒരുമിച്ചാണ്. ഭയത്തെ അതിജീവിക്കുക എന്നുള്ളതാണ് വിജയത്തിന്റെ ആദ്യപടി. വെള്ളത്തോടുള്ള ഭയം, തീയോടുള്ള ഭയം, ശത്രുക്കളോടുള്ള ഭയം, പ്രതിസന്ധികളോട് ഏറ്റുമുട്ടാനുള്ള ഭയം, രാത്രിയോടുള്ള ഭയം, പ്രേതഭൂത പിശാചുക്കളോടുള്ള ഭയം, തോറ്റുപോകുമോ എന്നുള്ള ഭയം. ഭയത്തെ കീഴടക്കുക എന്നുള്ളതാവണം നിങ്ങളുടെ ലക്ഷ്യം. സോ ഇന്ന് നിങ്ങൾക്ക് കീഴടക്കേണ്ടത് തീയോടുള്ള ഭയത്തെയാണ്. ആദ്യത്തെ ടാസ്ക് ഫയർ സ്പാറ്റർ. അതീവ ശ്രദ്ധയില്ലെങ്കിൽ
അത്യാപത്ത് സംഭവിക്കാവുന്ന ഒരു ടാസ്കാണിത്. നാല് ഹാഡിൽസ് ആണ് ഈ ടാസ്കിലുള്ളത്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ 4 ഹാഡിൽസും കടന്നെത്തുന്ന ടീമായിരിക്കും വിജയികൾ. ആരാദ്യം പോവും? വെയിറ്റ്. So one by one, take the board and show. Start with Gauri. So Gauri and Caroline, നിങ്ങളുടെ ആദ്യത്തെ ടീം ടേക്ക് ദിസ്. സോ കഴിഞ്ഞ ടാസ്ക് പോലെയല്ല, കുറച്ചും കൂടെ റിസ്ക് ഉള്ള ഒരു ടാസ്ക് ആണ്. സോ അതുകൊണ്ട് ഒരുപാട് ഹറിബറി ഒന്നും വേണ്ട, സമയമെടുത്ത് ചെയ്യുക. ആൻഡ് എന്റെ അസംഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഗൗരിയാണ് ഈ കൂട്ടത്തിൽ കുറച്ചുകൂടി ധൈര്യശാലി. സോ തുടക്കം ഗൗരിയിൽ നിന്നാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫയർ ബിറ്റിൽ കിടക്കാൻ പോകുന്നത് ഗൗരിയാണ്. Why? ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം ഫയർ ബെഡ് എന്ന് പറയുന്നത് കരോളിനെ അവിടെ കിടത്തിയതിനു ശേഷം കരോളിന് മുകളിൽ വൈക്കോൽ കൂനയിട്ട് ആളി കത്തിക്കും. ഗൗരി എപ്പോ വന്ന് കരോളിനെ അടുത്ത് വിളിക്കുന്നു അപ്പോഴേ കരോളിനെ എഴുന്നേൽക്കാൻ സാധിക്കും. കരോളിന് ഓക്കെ ആണോ? കോൺഫിഡൻസ് ഉണ്ടല്ലോ? ഡെഫിനറ്റ്ലി. ഓൾ ദി ബെസ്റ്റ്. സോ കരോളിൻ എന്റെ കൂടെ വരും. Gauri!
എങ്ങനെയുണ്ടായിരുന്നു കരോളി? എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഫസ്റ്റ് കയറുന്നതിന് മുമ്പ് ചെറിയൊരു പേടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കയറി കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും എനിക്ക് പ്രശ്നം. What happened? കൈക്കൊന്നും തൂരി? കൈ പൊള്ളി. Okay. ഗൗരി ഓക്കെ ആണോ? അത്ര എഫേർട്ട്ലെസ് അല്ല. അവിടെ അത്യാവശ്യം നന്നായിട്ട് ഏത് ഭാഗത്ത്? തടി പിന്നെ ഫയർ ഇഷ്യൂ ആണ്. അങ്ങനെ കാണുമ്പോ വളരെ ഈസി ആയിട്ട് തോന്നി. പക്ഷെ അല്ല അല്ലേ? ഏതായാലും നിങ്ങള് ഫിനിഷ് ചെയ്യാൻ പറ്റിയതിൽ ഹാപ്പി അല്ലേ? അതെ. ഓക്കെ, വെരി ഗുഡ്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എങ്ങനെ ചെയ്യുന്നു, നിങ്ങളെ ബീറ്റ് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അമൃത എന്തുപറ്റി? ഭയങ്കര നെർവസ് ഉള്ള രണ്ടുപേരും. പേടിയുണ്ടോ? എങ്ങനെ നെർവസ് ആവാതിരിക്കും? തീ വെച്ചുള്ള കളിയല്ലേ. ഓക്കെ, എങ്ങനെയാണ് അമൃതക്കോ? നല്ല പേടിയുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണോ ചെയ്യണമെന്നുള്ളത്? ഓക്കെ ആണ്, ജസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യണോ? വെരി ഗുഡ്. സോ ശ്രദ്ധിക്കുക, തീയാണ്, അശ്രദ്ധ കാണിക്കാതിരിക്കുക, പക്വതയോടുകൂടെ ഓരോ ഹഡിലും ക്രോസ് ചെയ്ത് ഏറ്റവും കുറവ് സമയത്തിൽ എത്താൻ ശ്രമിക്കുക. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ സേഫ്റ്റി കൂടെ ശ്രദ്ധിക്കണം. സോ എനിക്കിനി അറിയേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതിൽ ആദ്യത്തെ ഹഡിലായ, ആദ്യത്തെ ഒബ്സ്റ്റക്കിളായ ആളിക്കത്തുന്ന തീക്കുള്ളിൽ കിടക്കുന്നത് നിങ്ങളിൽ ആരും? ഞാൻ തന്നെ. ഓക്കെ, ഫൈൻ. ഓൾ ദി വെരി ബെസ്റ്റ്. അമൃത, കാല് സൂക്ഷിക്കൂ.
എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആ. എനിക്ക് വെള്ളം പേടിയില്ല, വേറൊന്നും പേടിയില്ല, എനിക്ക് തീ പേടിയാ. കൊള്ളാം. ആ പലകയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് വെക്കാൻ പറ്റും തോന്നിയതല്ല. ഓക്കെ, ബട്ട് രണ്ടുപേരും ഇൻക്ലൂഡ് അല്ലല്ലോ. ഓ ഓക്കെ, നമുക്കത് ചെയ്യാം, മെഡിസിൻ ചെയ്യാം. ഓക്കെ, ഡോണ്ട് വറി. തന്നെയാ ശില്പ, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ എന്താണ് മനസ്സിലുള്ളത്? കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. പേടിയുണ്ട്, തീയല്ലേ. എന്നാലും എങ്ങനെയെങ്കിലും മാക്സിമം ട്രൈ ചെയ്യും. മാക്സിമം സ്പീഡിൽ തന്നെ തീർക്കണമെന്നുണ്ട്. എക്സാക്ട്ലി. പിന്നെ അവിടുത്തെ ലാസ്റ്റ് എൻഡിലുള്ള അത് മാത്രമേ കുറച്ച് ഡൗട്ട്. കാരണം അത് എത്ര സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സ്പീഡ് അത് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുക. കാരണം ഏറ്റവും കുറവ് സമയത്തിൽ എത്തുന്നവരാണ് വിജയ് എങ്കിൽ പോലും എനിക്ക് പറയേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ബിക്കോസ് നിങ്ങളൊക്കെ അഭിനേത്രികളാണ്. ഓക്കെ, സോ തീയാണ്, ഒരു കനല് മതി. അതുകൊണ്ട് വളരെ വളരെ വളരെയധികം ശ്രദ്ധിക്കുക. രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഒരു ടീം വർക്കിലൂടെ ശ്രദ്ധിച്ച് നന്നായിട്ട് മുന്നോട്ട് പോകാം. സോ ആര് കിടക്കും ഈ തീ ചൂളയിൽ? കിടക്കും. റെഡിയാണ്? റെഡി ഫോർ